മലപ്പുറത്തെ യുണൈറ്റഡ് എഫ്.സി. നെല്ലിക്കുത്ത് എന്ന ടീമിനായി സെവൻസ് കളിക്കാൻ എത്തിയ ഐവറി കോസ്റ്റ് ഫുട്ബോളർ പരാതിയുമായി എസ്.പി. ഓഫീസിൽ. കാങ്ക കൗസി ക്ലൗഡ് എന്ന 24-കാരനാണ് കഴിഞ്ഞ 6 മാസമായി ശമ്പളമോ മറ്റു താമസ ഭക്ഷണ സൗകര്യങ്ങളോ ലഭിക്കാതെ മലപ്പുറത്ത് പെട്ടത്. കെ.പി. നൗഫൽ എന്ന വ്യക്തിയുടെ കരാറിലാണ് കാങ്ക കൗസി ക്ലൗഡ് കേരളത്തിൽ എത്തുന്നത്. ഡിസംബർ 2023 മുതൽ ജൂലൈ 24 വരെയുള്ള വിസയിൽ നിശ്ചിത തുക നൽകാം എന്ന കരാറിലാണ് കേരളത്തിൽ സെവൻസ് കളിക്കാൻ എത്തിയത് എന്ന് പരാതിയിൽ പറയുന്നു. സീസണിൽ 2 മത്സരങ്ങളിൽ മാത്രമാണ് തന്നെ കളിപ്പിച്ചത് എന്നും ഇതുവരെ 1 രൂപ പോലും തന്നിട്ടില്ല എന്നുമാണ് താരത്തിന്റെ പരാതി. കൂടാതെ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് പോലും ലഭ്യമായിട്ടില്ല എന്നും ക്ലൗഡ് പറയുന്നു. ഒറ്റയ്ക്ക് മലപ്പുറം എസ്.പി. ഓഫീസിൽ എത്തിയാണ് താരം പരാതി നൽകിയത്. എസ്.പി. ഓഫീസിൽ എത്തിയ താരത്തിന് പോലീസുകാർ ഭക്ഷണം വാങ്ങി നൽകിയപ്പോൾ താരം കരഞ്ഞു. അവസ്ഥ മനസ്സിലാക്കി കളിക്കാരനുമായി കരാർ ഉണ്ടാക്കിയ വ്യക്തിയെ ഉടൻ ഓഫീസിൽ ഹാജരാക്കാൻ എസ്.പി. ശശിധരൻ IPS ഉത്തരവിട്ടിട്ടുണ്ട്. തങ്ങളുടെ പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് കരാറുണ്ടാക്കി മറ്റൊരാൾ ആണ് കാങ്ക കൗസി ക്ലൗഡ് എന്ന കളിക്കാരനെ കൊണ്ടുവന്നത് എന്നാണ് നെല്ലിക്കുത്ത് ടീമിന്റെ ഭാരവാഹികൾ മലപ്പുറം എസ്.പി.യോട് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 3 മാസം മുൻപ് അരീക്കോട് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിനിടെ കാണികൾ വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവത്തിൽ മറ്റൊരു ഐവറി കോസ്റ്റ് താരം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. മർദ്ദനമേറ്റ ഹസൻ ജൂനിയറാണ് പരാതി നൽകിയിരുന്നത്. കാണികൾ വംശീയ അധിക്ഷേപം നടത്തിയതായും പരാതിയിലുണ്ടായിരുന്നു. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിരുന്നത്. എന്നാൽ ഈ കേസിന്റെ അന്വേഷണവും അറസ്റ്റും രാഷ്ട്രീയ ഇടപെടൽ മൂലം പോലീസ് വൈകിപ്പിച്ചു. തുടർന്ന് 4 ലക്ഷം രൂപയോളം നൽകിയാണ് കേസ് ഒത്തുതീർപ്പാക്കിയത്. Le club m'a fait venir ici à Terre-la-Nens depuis le mois de janvier. Le club m'a fait jouer seulement que 2 matchs. Même pour manger, c'est le problème. Ce sont des amis qui me donnaient à manger. Actuellement, tout le monde est rentré. Je suis le seul qui est resté. Et le club refuse de payer mon billet retour sur la Côte d'Ivoire. Donc, vraiment, la situation est très difficile actuellement. Je vais rentrer chez moi. Mon visa finit le 3 juillet. Et si mon visa finit, je tombe à vivacité. C'est un problème pour sortir du pays. C'est un problème pour sortir de la prison quand mon visa est fini. Voilà, moi je vais rentrer chez moi, que le club paye mon billet, que je rentre chez moi. D'abord, les règles qui sont sur le papier n'ont pas été réglées. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.